ഞങ്ങൾക്ക് ഇവരൊപ്പം നിൽക്കാൻ ഇവരെ പോലെ ഇങ്ങനെ അടിച്ച് പൊളിക്കുന്ന അല്ലെങ്കിൽ ഇവരൊപ്പം നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു രണ്ടുപേരെ കൂടി നമ്മൾ വിളിക്കണം. കൊണ്ടുവരട്ടെ പിന്നെ ശരി. നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുക്കിംഗ് മാത്രമല്ല, ഗെയിം ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാചകം വേണം. ഇതെല്ലാത്തിന്റെ ഒരു അവിയലായിട്ടുള്ള ഒരു മിക്സഡ് ഒരാളെ ഞാൻ വിളിക്കാൻ പോകുന്നത്. മിക്സഡ് കോംബോയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. എന്റെ ഏറ്റവും ഫേവറേറ്റ് പേഴ്സൺ നാദിറ മെഹറിൻ ആൻഡ് വിഷ്ണു ജോഷി. തിരുവനന്തപുരം സ്വദേശിയായ നാദിറ മെഹറിൻ മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറുന്നത് ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെയാണ്. മോഡൽ, ആക്ടിവിസ്റ്റ്, അഭിനേത്രി എന്നീ നിലകളിലെല്ലാം പ്രശസ്തയാണ് ഇന്ന് നാദിറ. നജീബിൽ നിന്നും നാദിറയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. കേരളത്തിലെ ജനങ്ങളിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള ഒട്ടേറെ തെറ്റിദ്ധാരണയെ മാറ്റിയെടുക്കാൻ, ട്രാൻസ് അവബോധം സൃഷ്ടിക്കാൻ നാദിറ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്കിടയിലെ ഈ പോരാളി കിച്ചൺ മാജിക്കിന്റെ വേദിയിലേക്ക് എത്തുകയാണ് വിഷ്ണു ജോഷിക്കൊപ്പം. ഫിറ്റ്നസ് ട്രെയിനറും മോഡലുമാണ് വിഷ്ണു ജോഷി. ആരാധകർ ഏറെയുള്ള വിഷ്ണു മിസ്റ്റർ എറണാകുളവും മിസ്റ്റർ കേരളവുമായിരുന്നു. സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. നാദിറ മെഹ്റീനും വിഷ്ണു ജോഷിയും ചേർന്നുള്ള ഈ രസികൻ ടീമിനെ സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് സ്വാഗതം ചെയ്യാം. ഇവര് നേരത്തെ അവിടെ പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര എത്ര പ്രാവശ്യം സത്യം പറഞ്ഞ ഈ പാട്ട് തന്നെ ആദ്യമായിട്ട് കേൾക്കാം. അറിയില്ല മലയാളം പാട്ടല്ലേ ഇത്? ഹിന്ദി. പക്ഷെ അനീഷേട്ടാ, ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവരും ഇപ്പൊ സീരിയലിലൂടെയും സിനിമയിലൂടെ ഒക്കെ ആൾക്കാർ കണ്ട മുഖങ്ങളാണ് ഇവരൊക്കെ. നല്ല പ്രായമായ ആൾക്കാരാണ്. അല്ല, ഏറ്റവും യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മള് രണ്ടുപേരും പറഞ്ഞത് നിങ്ങളാണ് പേര് പറഞ്ഞപ്പോ എനിക്ക് ഏതെങ്കിലും സുന്ദരനെ കിട്ടുമെന്ന് ഞാൻ കരുതി. എനിക്ക് സൗന്ദര്യം പ്രശ്നമില്ല, പക്ഷെ വിവരം മസ്റ്റ് ആയിരുന്നു. കിട്ടിയില്ല. ഞാൻ ചോദിച്ചു, എനിക്കിത് വേണ്ട. ഞാൻ ഓൾറെഡി കണ്ടു മടുത്ത മുഖമാണിത്. അത് ഞാനും 100 ദിവസം. ചേച്ചി താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ടീം ആവാട്ടോ. അല്ലല്ല, അവർക്ക് താല്പര്യമില്ല. വേണമെങ്കിൽ വിഷ്ണുവിനെ നമുക്ക് മാറ്റാം. സുഖാണ്. നമുക്കായാലോ? ഞാൻ എന്തിനു തയ്യാറാണ്. തയ്യാറല്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പായി, നമ്മളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഇവരുണ്ട്. ഓർക്കുക, കോമഡി മാത്രമല്ല പാചകമാണ് നമുക്ക് മുഖ്യം. ഞങ്ങൾ പാചകത്തെക്കാൾ മുൻപന്തിയിലുള്ളത് പാചകത്തിലാണ്. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം നിങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം പറഞ്ഞ് മസ്തിഷ്കത്തിൽ ഒരു ചാൻസ് മതി മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. നിങ്ങള് അപ്രൂവ് ഇതിന്റെയൊക്കെ കൂട്ടത്തോട് പോയി പറയടാ, ഒറ്റക്കൊമ്പൻ കാട് കയറിയെന്ന്.
ഇവരുടെ തമാശകളും തുടരും. അതെ